അല്ലെങ്കിൽ തന്നെ ഇവനെ തല്ലുക വേണ്ടേ? അവന്റെ ഇഷ്ടത്തിന് നീ വിട്. ശ്രുതി അവന്റെ കൂടെ വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരട്ടെ. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? പറയടാ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. അവൾ എന്നെ ചതിച്ചു, കള്ളത്തരം കാണിച്ചു. പൊറുക്കാൻ പറ്റില്ല എനിക്ക്. അപ്പൊ നീ കള്ളത്തരം കാണിച്ചിട്ടില്ലേ? കള്ളം പറഞ്ഞിട്ടില്ലേ? ആരെയും ചതിച്ചിട്ടില്ലേ? താലി കെട്ടേണ്ട പെണ്ണിനെ കല്യാണ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് ഓടിപ്പോയതല്ലേ നീ? ഒരു പെണ്ണിനെയും കുടുംബത്തെയും ചതിച്ചവൻ എന്റെ 50 ലക്ഷം രൂപയായിട്ട് ഓടിപ്പോയത് എന്നോട് ചെയ്ത് ചതിയല്ലടാ. ഇങ്ങനെ എത്ര സംഭവങ്ങളാടാ. ഇവിടെ നീ ചെയ്ത തെറ്റുകൾ എണ്ണിയാ തീരോടാ. അതുപോലെയാണോ ഇത്? നിങ്ങൾ വെറുതെ ഇവനെ കുറ്റപ്പെടുത്തണ്ട. ചന്ദ്രേ, ശ്രുതി നല്ലവനാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നേ. പക്ഷെ ഇവൻ നല്ലവനല്ല. അതാദ്യം നീ വേണം മനസ്സിലാക്കാനായിട്ട്. എല്ലാം മറന്നും ക്ഷമിച്ചും ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഇവന്റെ മനസ്സിലുണ്ട്. നിന്നെ പേടിച്ചിട്ടാ അവനത് ചെയ്യാത്തത്. അവന്റെ മനസ്സിലുള്ളത് അവൻ പറഞ്ഞു. എന്റെ തീരുമാനം തന്നെ അവന്റേതും. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ആരും തലയിടണ്ടാന്ന്. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഇനി നീ കുടിക്കോ? ഇല്ലമ്മേ. നിനക്കേ നല്ല ക്ഷീണമുണ്ട്. നീ പോയി കുളിച്ച് വേഗം കഴിക്കാൻ നോക്ക്. ശരിയമ്മേ. ചെല്ല്. ചന്ദ്ര കളിക്കുന്നത് ശ്രുതിയുടെ ജീവിതം കൊണ്ടല്ല, ശ്രുതിയുടെ ജീവിതം കൊണ്ടാ. അവക്കത് മനസ്സിലാവുന്നില്ലല്ലോ. നീ എന്താ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നേ? കിടക്കുന്നില്ലേ? എങ്ങനെ കിടക്കാനാ? ഉറക്കം വരണ്ടേ? എന്തെങ്കിലും ചെയ്ത് ആ വീട്ടിൽ കയറി പറ്റാൻ നോക്ക്. എങ്ങനെ? സുധി അവന്റെ അമ്മ പറയുന്നതിനപ്പുറം നടക്കില്ല. അടുത്ത പ്രതീക്ഷ അങ്കിളായിരുന്നു. അദ്ദേഹവും കൈവിട്ടു. വീട്ടിൽ നടക്കുന്നത് പോലും ഞാനിപ്പോ അറിയുന്നില്ല. ആ ആന്റി ആണെങ്കിൽ അടങ്ങിയിരിക്കില്ല. അത്രയ്ക്ക് വെറുപ്പ എന്നോട്. അവരുടെ സുധിയുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയണം. അതിനനുസരിച്ച് വേണം നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. അതിന് അവരവിടെ, നീ ഇവിടെ. എങ്ങനെ അറിയാനാ? അതാ ഞാനും ആലോചിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, രേവതിയെ തന്ത്രപൂർവ്വം വിളിച്ച് സംസാരിക്ക. ബെസ്റ്റ്. നല്ല ആളെ നീ വിളിക്കാൻ പറഞ്ഞത്. എനിക്കേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അവളും അവളുടെ സച്ചേട്ടനുമാ. അതെ, ഞാൻ ഭാമാൻറ്റി ചെന്നൊന്ന് കണ്ടാലോ? ഭാമാൻറ്റിയോട് പറയാതെ ആന്റി ഒന്നും ചെയ്യില്ല. ഭാമാൻറ്റി അറിയാത്ത ഒരു രഹസ്യവും ആന്റിക്കില്ല. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ആന്റിയുടെയും സുധിയുടെയും നീക്കങ്ങളും ഒക്കെ ഭാമാൻറ്റിയിലൂടെ അറിയാൻ പറ്റും. അവര് നിന്നോട് പറയുന്നാണോ? ഭാമാൻറ്റി നിന്റെ ആന്റിയും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? അവര് നിന്റെ ആന്റി ഒറ്റ കൊടുക്കില്ല. കാണാം. അവരെന്നോട് പറയും. പറയിപ്പിക്കും ഞാൻ. എന്താ ഭീഷണിപ്പെടുത്താനാണോ ഭാവം? ഹേ, അതിനുള്ള വിദ്യ എന്റെ കയ്യിലുണ്ട്. അവരുടെ വീക്ക്നെസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരെ കൊണ്ട് ഞാൻ സ്പൈ വർക്ക് ചെയ്യിപ്പിക്കും. നാളെ രാവിലെ തന്നെ ചെന്ന് ഭാമാൻറ്റിയെ കാണണം.
ഭാമാൻറ്റി ഭാമാൻറ്റി ആന്റി 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 സോറി, എന്നോട് ക്ഷമിക്ക്. ആന്റിക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. സ്വന്തം മോളെ പോലെ ആന്റി എന്നെ കണ്ടത്. മക്കള് തെറ്റെയ്താ അമ്മമാർക്ക് സഹിക്കാൻ പറ്റുമോ? അത് സ്നേഹം കൊണ്ടാ, അത് സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. ആന്റി എന്നോട് ദേഷ്യപ്പെടുന്നത് ഈ മോളോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ആന്റി തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക ആന്റി. സോറി. എന്ത് സോറി? ഇത്രയും കാലം നീ ആ കുടുംബത്തെ ചതിക്കുമായിരുന്നില്ലേ? കള്ളം പറഞ്ഞ് പറ്റിച്ചില്ലേ? നിന്നെ ആ വീട്ടിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാ. തിരിച്ചു കയറ്റിയതാ അവർക്ക് പറ്റിയ തെറ്റ്. അന്ന് അറിഞ്ഞോ അറിയാതെയോ ഞാനും അതിലൊരു ഭാഗമായി. ആന്റി നീ പാഠം പഠിച്ചില്ല, വീണ്ടും അത് ആവർത്തിച്ചു. ഹോ, ആ ചന്ദ്ര ഇനി എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല. ഞാനാണല്ലോ അവൾക്ക് നിന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. അവൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. ആന്റി കള്ളം പറയുന്നതിന് ഞാൻ ന്യായീകരിക്കുന്നതല്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ നാടകം കളിച്ചത് സുധിയുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? ഞാൻ കോടീശ്വരി അല്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആന്റി സുധിയുടെ എന്റെയും കല്യാണം നടത്തി തരുമായിരുന്നോ? അതില്ല. ചന്ദ്ര എനിക്ക് അറിഞ്ഞൂടെ? നീ പണക്കാരിയല്ലെന്നറിഞ്ഞ അവള് സുധിയെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കത്തില്ല. സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറയുന്നത് വലിയ കുറ്റമാണോ ആന്റി? അതിന് നീ ചെറിയ കള്ളമാണോ പറഞ്ഞത്? അല്ല, എന്നാലും ഇത്ര വലിയ ശിക്ഷ എനിക്ക് തരണോ? എന്നെ ആ വീട്ടിൽ നിന്ന് ആന്റി തല്ലി അടിച്ചിറക്കി. ഇനി ഈ ജന്മം ആ വീട്ടിൽ കയറ്റില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ആന്റിക്കറിയോ, സുധി എന്നെ വിളിക്കുന്ന കൂടിയില്ല. ഞാൻ വിളിച്ചിട്ട് അവൻ ഫോണും എടുക്കുന്നില്ല. എല്ലാരും എന്നെ ഉപേക്ഷ മട്ട ആന്റി. എനിക്കിപ്പോ ആരുമില്ല ആന്റി. എനിക്ക് അമ്മയില്ല. എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടത് ആന്റിയെയാ. ആന്റിയെ കാണുമ്പോ, ആന്റിയുടെ അടുത്തിരിക്കുമ്പോ ഇത്രയെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്നെ ആര് വെറുത്താലും ആന്റി മാത്രം എന്നെ വെറുക്കരുത്. ഞാൻ കാരണം ആന്റിക്കും വിഷമമുണ്ടായി. ആന്റി എന്നോട് ക്ഷമിക്കും, എന്നോട് ക്ഷമിക്കുക ആന്റി. ഈ മോളോട് ക്ഷമിക്കുക ആന്റി. എന്താ ഇത്? ആന്റിക്കറിയോ, ഞാൻ 2-3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോഴൊക്കെ മീര എന്നെ തടഞ്ഞു. എനിക്കിപ്പോ ആരുമില്ല. ഞാൻ മരിച്ച ഒന്ന് കരയാൻ പോലും ആരുമില്ല. ഞാൻ എന്തിനാ ജീവിക്കുന്നെന്ന് പറഞ്ഞപ്പോ അവൾ എന്നോട് പറയാ, നീ മരിച്ചാ കരയാൻ ആരുമില്ല എന്ന് പറയരുത്, ഞാനും ഭാമാന്റെ ഇല്ലേന്ന്. ആ ശരിയാ അവള് പറഞ്ഞ്. ഭാമാന്റെ മോൻ ആന്റി തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹം ആന്റി ഉപേക്ഷിച്ച മട്ട. അല്ല, വയസ്സായ എന്റെ ആന്റി ആര് നോക്കാനാ? നാട്ടുകാരൊക്കെ പിടിച്ച് വല്ല വൃദ്ധസദനത്തിലും ആക്കും. ഒരിക്കലും എന്റെ ആന്റിക്ക് ആ അവസ്ഥ വരരുത്. ഞാൻ നോക്കും എന്റെ ആന്റിയെ പൊന്നുപോലെ. അതുകൊണ്ടാ ഞാൻ മരിക്കാതിരിക്കുന്നെ. എന്റെ ആന്റിക്ക് വേണ്ടി മാത്രമാ ഞാൻ ജീവിച്ചിരിക്കുന്നെ. മോളെ, ആന്റി, മോളെ, ആന്റി, നിന്റെ മനസ്സില് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ? വയസ്സാം കാലത്ത് എന്നെ ആര് നോക്കുന്നുള്ള പേടിയോടെയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനി എനിക്ക് ആ പേടിയില്ല. ഞാനേ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഒന്നും വേണ്ട ആന്റി. അല്ല, ആന്റി ഇപ്പൊ ശരിക്കും ഉറങ്ങാറൊന്നുമില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ആ മുഖം കണ്ട എനിക്ക് അറിയില്ലേ? സ്വന്തം മോളെ പോലെ കാണുന്ന പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നറിഞ്ഞ ഏതമ്മയ്ക്കാ മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുക? ആന്റി ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ടില്ല. ഒരു കാര്യം ചെയ്, ആന്റി ഇവിടെ ഇരിക്കെ, ഞാൻ തല മസാജ് ചെയ്തുതരാം. അപ്പൊ നല്ല ഉറക്കം കിട്ടും. അത് ശരിയാ. വാ ഇരിക്കെ, ആന്റി ഇരിക്കെ.
നല്ല സുഖമുണ്ട് മോളെ. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, ആന്റിയോട് സംസാരിച്ച് എന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിലോട്ടൊന്ന് കയറ്റാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളല്ലേ? ഭാമാൻറ്റി പറഞ്ഞ ആന്റി കേക്കും. അവള് കേൾക്കില്ല മോളെ. മുൻപ് നീ അവൾക്ക് പണക്കാരിയായിരുന്നു, അതുകൊണ്ടാ തിരിച്ചു വിളിച്ചത്. ഇന്ന് നീ അവൾക്കൊരു ദരിദ്രവാസിയാ. അതുകൊണ്ട് നിന്നെ വീട്ടിൽ കയറ്റില്ല. അതൊക്കെ പോട്ടെ, ആ വീട്ടിൽ നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. സുധിയുടെ ആന്റിയുടെ നീക്കം എന്താണെന്ന് എനിക്കറിയണം. അതിന് ആന്റി എന്നെ ഒന്ന് സഹായിക്കണം. എല്ലാ കാര്യങ്ങളും ആന്റി നിങ്ങളോട് പറയുമല്ലോ, അത് വന്ന് എന്നോട് പറഞ്ഞാ മതി. അതൊരു ചതിയല്ലേ ശ്രുതി? ചന്ദ്രന്റെ ഫ്രണ്ടല്ലേ, അവളെ എനിക്ക് ചതിക്കാൻ പറ്റില്ല. അപ്പോ ആന്റി പറയില്ല? പറയില്ല. അവിടെ നടക്കുന്നൊക്കെ അറിഞ്ഞാലേ എനിക്ക് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റൂ. എനിക്ക് ആകെ ഉള്ളത് ആന്റിയാ. ആന്റി എന്നോട് പറഞ്ഞില്ലെങ്കിലേ ദേ ഞാൻ ഇവിടെ കെട്ടിത്തൂങ്ങി മരിക്കും. വയസ്സാം കാലത്ത് എന്നെ നോക്കണം, അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ നീ കുറച്ചു മുന്നേ പറഞ്ഞത്? അത് പിന്നെ എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം പോലും ചെയ്തു തരാൻ പറ്റാത്ത ആന്റിക്ക് വേണ്ടി ഞാൻ എന്ത് മണ്ണങ്ങട്ടൊക്കെയാ ജീവിക്കേണ്ടത്? നിങ്ങളെ നോക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും, അതും ഈ വീട്ടിൽ തന്നെ. എന്തിനാ മോളെ ഈ വീട്ടിൽ ചെയ്യുന്നേ? നിനക്ക് വേറെ എത്രയോ സ്ഥലമുണ്ട്. ആന്റി ആന്റി എന്റെ അമ്മയെ പോലെയല്ലേ? ആന്റി ഇല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരാ ഉള്ളത്? ആന്റിയുടെ വീടെന്ന് പറയുമ്പോ എന്റെ വീട് പോലെയല്ലേ? മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കണം എന്നാ എന്റെ ആഗ്രഹം. ആന്റി, സുധിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ആന്റി നിങ്ങളോട് പറയുന്നതും ഒക്കെ എന്നെ അറിയിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിൽ കെട്ടി തൂങ്ങി മരിക്കും. ആന്റി, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യില്ലേ? എന്നെ സഹായിക്കില്ലേ? സഹായിക്കുന്നു പറ ആന്റി. അപ്പൊ ശരി ആന്റി, ഞാൻ പോയിട്ട് വരാവേ. അവള് പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ. ഞാൻ ഇറങ്ങണേ. രവതി വണ്ടിയിലേക്ക്. സച്ചേട്ടാ, എനിക്കും കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു, ഞാനും ഇറങ്ങാം. അച്ഛൻ ഞാൻ ഇറങ്ങട്ടെ? ശരി മോളെ, രണ്ടുപേരും ഇറങ്ങണം. അച്ഛാ, ടൂറൊക്കെ കഴിഞ്ഞ് എത്തിയോ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ ആയിരുന്നു നിങ്ങള്. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പും അടിപൊളിയായിരുന്നു അല്ലേ സച്ചേട്ടാ? അതിനിടയില് ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നിരുന്നു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്തോ? അറിഞ്ഞായിരുന്നമ്മേ. സച്ചേട്ടനും രേവതിയെടുത്തും വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ചേച്ചി, നല്ല സമയത്ത് എന്തായാലും ഞങ്ങൾ ടൂർ പോയത്. അതുകൊണ്ട് എന്താ നല്ലൊരു സീൻ മിസ്സായില്ലേ? സ്ഥലങ്ങളൊക്കെ പിന്നെയും കാണായിരുന്നു. പക്ഷെ ഇവിടെ നടന്ന സീൻ കാണാൻ പറ്റിയില്ലല്ലോ. സ്ഥലങ്ങളൊക്കെ പിന്നെയും കാണായിരുന്നു. പക്ഷെ ഇവിടെ നടന്ന സീൻ കാണാൻ പറ്റിയില്ലല്ലോ. അമ്മേ, പാർലയിടത്തെ വിളിച്ചോണ്ട് വന്നേ വീണ്ടും അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി വർഷം ഒന്ന് കാണിച്ചു കൊടുക്ക്. ആന്റി, ഈ സീരിയലുകളിലൊക്കെ ഇതുപോലുള്ള ചില സീനുകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആക്ടിങ്ങാ. എന്നാ ഈ വീട്ടിൽ നടന്നതോ
ഒറിജിനൽ ആയിരുന്നു. അമ്മേ, അയ്യോ, അത് മിസ്സായതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇങ്ങനൊരു ഡ്രാമ നടക്കുന്ന ഞാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ടൂറിനെ പോയില്ലായിരുന്നു. ആ പിന്നെ സച്ചേട്ടാ, രേവതി ചേച്ചി, നിങ്ങൾ കലക്കി. ആ ഇളയച്ചനായിട്ട് അഭിനയിച്ച ഇറച്ചി വെട്ടുകാരനില്ലേ, അയാളെ പിടിച്ചോണ്ട് വന്ന് ശ്രുതി ചേച്ചിയുടെ കള്ളത്തരം പൊളിച്ച് കയ്യിൽ കൊടുത്തില്ലേ? കൈ കൊട്. അയ്യോ, നിങ്ങക്ക് കൈ തന്നപ്പോഴാ ആന്റി, ആന്റിക്കും കൈ തരണം. ആന്റി കൂടെ കൈ. ആന്റി എടുത്ത തീരുമാനം ശരിയായിരുന്നു. കള്ളം പറഞ്ഞ് കുടുംബത്തെ ചതിച്ച് ശ്രുതി ചേച്ചിയെ പിടിച്ച് പുറത്താക്കിയില്ലേ? കാലക്കി. ആന്റിയുടെ തലയ്ക്കകത്തെ കളിമണ്ണാണെന്ന് ഞാൻ കരുതിയ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, കളിമണ്ണ് മാത്രമല്ല അതിനകത്ത് വേറെന്തോ ഒരു സാധനം കൂടി ഉണ്ടെന്ന്. ചന്ദ്രേ, നീ അതേക്ക് പോയി. നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകണമെന്നല്ലേ പറഞ്ഞേ? ചെല്ല്. ആ ശ്രീകാന്തേ, പക്ഷേ നിങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയല്ലേ, അകത്ത് പോയി വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്ല്. ശരി അച്ഛാ. എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് എൻജോയ്മെന്റ് അല്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? നിന്നെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അതെ, ആദ്യം നീ നിന്റെ വീട്ടുകാരെ തിരുത്ത്, എന്നിട്ട് എന്നെ തിരുത്താൻ വാ. നാശം പിടിക്കാനായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്? സുധിയേട്ടാ, നിങ്ങളെപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. സുധിയേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ശ്രുതി ചേച്ചി കൂടെ കാണും. സയാമി സരട്ടകളെ പോലെ രണ്ടുപേരും. ഈ ശ്രുതി ചേച്ചി ഒരു ഫ്രോഡാണെന്ന് സച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിരുന്നു. നീ ഒന്ന് മിണ്ടായിരിക്കാമോ? വിഷമിച്ച് നിൽക്കല്ലേ? അന്ന് ഞങ്ങൾക്ക് അവരെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ശരിയായി. ഞാൻ ആന്റിയുടെ ഭാഗത്താട്ടോ. ആന്റിയുടെ ഇത് നല്ല തീരുമാനമാ. നിനക്കൊന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾക്ക് ആശ്വാസമായി കാണുമല്ലോ, ഒരു ബാധ ഒഴിഞ്ഞല്ലോ. എങ്ങനെ വിശ്വസിച്ച് ജീവിക്കും അവരുടെ കൂടെ? പക്ഷെ നിനക്കൊന്ന് മിണ്ടാതിരിക്കാവോ? സുധിയേട്ടൻ ആശ്വാസത്തോടെയാണോ നിൽക്കുന്നേ? അല്ല, നല്ല വിഷമത്തോടെ നിൽക്കുന്നേ. നീ വെറുതെ വകതരുമില്ലാതെ ഓരോന്ന് സംസാരിക്കല്ലേ. സുധിയേട്ടാ, വിഷമിക്കാതെ, എല്ലാം ശരിയാവും. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ എവിടെ നടക്കുന്നത്? ഇപ്പൊ എല്ലാവർക്കും ദേഷ്യം വിഷമമൊക്കെ ഉണ്ടാവും. പതി അതൊക്കെ മാറും കേട്ടാ. ശ്രുതിയെടുത്ത് ഈ വീട്ടിലേക്ക് അമ്മ തന്നെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോഴുള്ള ദേഷ്യത്തിന് ചില തീരുമാനങ്ങൾ എടുത്തോന്നേ ഉള്ളൂ. അതോടെ ബന്ധങ്ങൾ അവസാനിച്ച നേട്ടം കരുതണ്ട. നീ എന്താ മണ്ടനാണോ ശ്രീകാന്ത്? ഇത്രയൊക്കെ ചെയ്തിട്ട് ആന്റി ചേച്ചി കൂട്ടിക്കൊണ്ട് വരുന്നാണോ ശ്രീകാന്ത് കരുതുന്നത്? ഒരിക്കലും അതൊന്നും നടക്കില്ല. ഇനി ശ്രുതി ചേച്ചി ഈ വീട്ടിലോട്ട് കയറ്റില്ല. ദേ, ഈ കാര്യത്തിൽ നീ എന്നോട് ബെറ്റ് വെക്കാനുണ്ടോ? ഇല്ല. ഈ വീട്ടിലുള്ളവരെ എനിക്കറിയാവുന്ന പോലെ നിനക്കെന്തായാലും അറിയില്ലല്ലോ. സുധിയേട്ടാ, എല്ലാം ശരിയാവും. ഏട്ടനും ശ്രുതിയേടത്തേക്കും ഒരിക്കലും പിരിയാൻ കഴിയില്ല. നിങ്ങൾ വീണ്ടും ഒന്നിക്കും. ഇപ്പൊ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീ പെട്ടെന്ന് തന്നെ അണഞ്ഞോളും. ആന്റി അണയാൻ വിട്ടിട്ട് വേണ്ടേ? ആന്റി ആ തീയിലെ എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കും. സുധേട്ടാ, നിങ്ങൾ ഇനി ഒരിക്കലും ഒന്നാവാൻ പോകുന്നില്ല. മതി, വാ ഇങ്ങോട്ട്. മതി, ശ്രീകാന്ത്, ഞാൻ പറയട്ടെ. ഒരു ബോധമില്ലാതെ സംസാരിക്കും. ശ്രീകാന്ത്. ഓ, നിന്റെ കണ്ണുകളിൽ ഇതുപോലെ നോക്കി നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നിട്ടും നീ ആ കണ്ണുകളിൽ ഒളിപ്പിച്ചിരുന്ന കള്ളത്തരം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ ശ്രുതി. നീ
എന്നെ വെറൊരു കോമാളിയാക്കി. അമ്മ ചെയ്തത് ശരിയാണെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. വെറുപ്പാ ഇവിടെ എല്ലാവർക്കും നിന്നോട്. നീ ഇങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ടവളെ തന്നെയാ ശ്രുതി. ഇവനും അവളെ വെറുക്കുന്നുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. എത്രയും പെട്ടെന്ന് പണക്കാരിയായ ഒരു പെണ്ണിനെ ഇവനെ കൊണ്ട് കെട്ടിക്കണം. എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞത്? ഇങ്ങനൊരു നാടകം കളിച്ചത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ആ കാര്യം ആലോചിക്കുമ്പോ നല്ല പേടിയുണ്ട്. ശ്രുതി, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? സമ്മതിക്കും. ശ്രുതിയല്ല അവന് വലുത്, ഞാനാ. ഞാൻ പറഞ്ഞാലേ അവൻ സമ്മതിച്ചിരിക്കും. ഇപ്പോ അവന് ശ്രുതിയോട് വെറുപ്പാ. അവൾ ചതിച്ചതിന്റെ വിഷമത്തിലവൻ. അവനും അവളെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരിക്കുക.